നമ്മുടെ ഇക്കൊല്ലം 2026 ഏകദേശം പകുതിയോളം കഴിഞ്ഞു. 2026 സ്റ്റാർട്ടിങ് ജനുവരി മുതൽ ജൂൺ വരെ നോർമലായിട്ട് തന്നെയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചു കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കണം, കുറച്ചൊന്ന് പ്രൊഡക്റ്റീവ് ആക്കണം ഡേയ്സ്, അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത കുറച്ച് ഹാബിറ്റ്സ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നെ മാറ്റാൻ സഹായിച്ച ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ പുറമേ നോക്കുന്നവർക്ക് അത് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, വീഡിയോയ്ക്ക് ലൈറ്റ് എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 or 7 days ആയിട്ടേ ഉള്ളൂ. എന്നാലും എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള കണ്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഡെയിലി എഡിറ്റ് സ്നേഹ. ഇന്നെനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. മേ ബി ഇറ്റ് വിൽ ഹെൽപ്സ് യു ടു ചേഞ്ച് യുവർ ലൈഫ് ഓൾസോ. എന്നെ പോലെ നമ്മളുടെ ബെറ്റർ വേർഷൻ കുറച്ചും കൂടെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അതെങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്തവരായിരിക്കും ഭൂരിഭാഗം പേരും. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളാവും. ഒന്നാമത്തെ കാര്യം ഞാൻ ചെയ്തത് കൺസിസ്റ്റൻ്റ് ആവുക എന്നാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഒരു കാര്യവും ഞാൻ കൺസിസ്റ്റൻ്റ് അല്ല. തുടങ്ങി വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, കുറച്ച് കൊണ്ടുപോകും, പിന്നെ അത് അവിടെ വെച്ച് ഡ്രോപ്പ് ആവും. കുറേ നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങുന്ന ഒരു കാര്യം ചെയ്ത് വരുമ്പം അതിനൊരു പെർഫെക്ഷൻ ഇല്ലയെന്ന് നമ്മൾ എന്നെ വിചാരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോവും. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ നോർമൽ ഡേയ്സ് അതുപോലെ തന്നെ പിന്നെയും പോകും. കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ച് നമുക്കൊരു ഹാബിറ്റ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ല വഴി കുറഞ്ഞതൊരു 21 ദിവസമെങ്കിലും നമ്മൾ ആ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമുക്കിത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം നമ്മളിൽ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം 21 days കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. കൂടെ മടിയുണ്ട്, അത് പറയാം, അതുണ്ട്. ബട്ട് ഞാൻ ഒരു മാസത്തേക്കാണല്ലോ, അപ്പം നമ്മളൊന്ന് പറ്റുന്ന ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി നോക്കി. കാരണം നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് 21 days നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. അതിലേറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് വലിയ പണികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിലെ ഒരു ചെറിയ പോർഷൻ ഇങ്ങനെ വെച്ച് നമ്മൾ തീർക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ സ്ട്രെസ്സ് വരില്ല. അതിപ്പോൾ എന്ത് ഭാഗത്തിലും ആവട്ടെ. ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നമുക്കിപ്പം ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. കാരണം നമുക്ക് ലാസ്റ്റ് ഒരു എക്സാമൊക്കെ വരുന്ന ടൈമിനാണെങ്കിൽ ആ ഷോർട്ട് നോട്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ആ പഠിക്കേണ്ട കാര്യങ്ങൾ ഫുള്ള് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ എനിക്കറിയാം, ആർക്കെങ്കിലും വേണേൽ പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചെയ്യാനൊരു വലിയ കാര്യം ഉണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ പോർഷൻസ് ആക്കിയാൽ നമുക്കത് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും കൂടെ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ബി കൺസിസ്റ്റൻറ്റ്. ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെന്ന് നമുക്കൊരു പ്രോമിസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്കിങ്ങനെയാണ് പറഞ്ഞു തരാൻ പറ്റുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. എല്ലാവർക്കും ഉള്ളൊരു മെയിനായിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല നോക്കുക, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 7 or 8 days അത്രേ ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ വേറൊരു യൂട്യൂബറുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അവരുടെ കയ്യിൽ റിംഗ് ലൈറ്റ് ഉണ്ട്, ട്രൈപോഡ് ഉണ്ട്, നല്ല ബെസ്റ്റ് ക്യാമറയുണ്ട്, ക്ലാരിറ്റിയുള്ള ക്യാമറയുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഫോൺ ഉണ്ട്, മൈക്കുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ കമ്പയർ ചെയ്യണം. അയ്യോ, എനിക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ എൻ്റെ കയ്യിൽ സാധനമൊന്നുമില്ല. അപ്പോൾ ഞാനതൊക്കെ സെറ്റാക്കിയിട്ട് വേണം ചെയ്യാൻ. കാരണം അവരുടെ കയ്യിലെല്ലാം ഉണ്ട്, എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വീഡിയോസ് ആര് കാണും എന്നൊരു കമ്പാരിസൺ അവിടെ വരും. ആ കമ്പാരിസണാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലിപ്പം വീഡിയോ എടുക്കാനാണെങ്കിൽ റിംഗ് ലൈറ്റ് ഇല്ല, ട്രൈപോഡില്ല, മൈക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ലൈറ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇഗ്നോർ ദാറ്റ്. കാരണം എൻ്റെ കയ്യിലൊന്നും ഇല്ല, ഫോണും ഞാനും അല്ലാണ്ട് വേറെ ഒരു സാധനം എൻ്റെ കയ്യില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കും ആ സ്വഭാവം ഉണ്ടായിരുന്നു, കമ്പയർ ചെയ്ത് നോക്കാം. വേറൊരു ഭയങ്കര നെഗറ്റീവായിട്ട് കമ്പയർ ചെയ്യുന്ന അങ്ങനെയല്ല, എന്നാലും ഞാനിങ്ങനെ കമ്പയർ ചെയ്യും. എന്നെ മറ്റുള്ളവരായിട്ട് ഞാൻ കമ്പയർ ചെയ്യും. അപ്പോൾ അത് ഞാൻ നിർത്തി. നമ്മളെ
നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വേറൊരാളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്ത് അവർക്ക് ഒരു ഹൈ പൊസിഷൻ കൊടുത്തിട്ട് നമ്മളെ തന്നെ സർപ്രൈസ് ചെയ്ത് ഇങ്ങനെ അടിച്ചമർത്തുകയാണെങ്കിൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ആരും വന്ന് ചെയ്തു തരാനില്ല. സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വില വരണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വില കൊടുക്കുക ആദ്യം. അപ്പോൾ അത് മനസ്സിലായോ? സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നമുക്കൊരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ എത്ര ചെറിയ കാര്യമായിക്കോട്ടെ, ഇപ്പോൾ ജസ്റ്റ് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഇപ്പോൾ ഒട്ടും വെള്ളം കുടിക്കാത്ത ഒരാളാണെങ്കിൽ, എൻ്റെ എക്സാമ്പിളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് നിങ്ങൾക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് പറയുന്നത്. ഇപ്പം ഒരു ടു ഡു ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2 ഗ്ലാസ് വെള്ളം ഞാൻ എന്തായാലും കുടിച്ചിരിക്കും. അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പോൾ നിങ്ങളതൊരു ലാസ്റ്റ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ അത് ടിക്കിടുമ്പോൾ മനസ്സമാധാനം ഇടും. കാരണം നമ്മൾ രാവിലെ തീരുമാനിച്ച ഒരു കാര്യം ആ ദിവസം തീരുന്നതിന് മുന്നേ നമ്മൾ ചെയ്തു തീർത്തു. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, വേറെ ലെവൽ സാറ്റിസ്ഫാക്ഷനാണ്. ഞാനത് ചെയ്യാറുണ്ട്, ടു ഡു ലിസ്റ്റ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ ഇന്ന് ഞാൻ ഉറങ്ങുന്നതിന് മുന്നെയാണ് നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റിന് ഞാൻ റെഡിയാക്കി വെക്കും. എന്നിട്ട് എന്തൊക്കെ കാര്യം എനിക്ക് നാളെ ചെയ്യും. ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു വേണ്ട മെസ്സേജ് വന്നു. കാരണം ചില്ലറ വീഡിയോസ് ഒന്നുമില്ല ഇതിനകത്ത് എടുത്ത് കൂട്ടിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മേക്ക് എ ടു ഡു ലിസ്റ്റ്. അത് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഡേയ്സ് പ്രോപ്പർ ആക്കാനും നമ്മുടെ ഹാബിറ്റ്സ് കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആക്കാനും ഒന്നും കൂടെ സഹായിക്കുന്ന ഒരു സാധനമാണ് ടു ഡു ലിസ്റ്റ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു 1 വീക്കെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങളത് അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഉറങ്ങുന്നതിന് മുന്നേ ആ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്യണം കേട്ടോ. ചെയ്തിട്ട് അതൊന്ന് ടിക്കിട്ട് ലാസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ദാറ്റ്സ് വേറെ ലെവൽ. പിന്നെ ഒന്നാണ് ലേൺ സംതിങ് ന്യൂ. നമുക്ക് ഡെയിലി ബേസിസിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യം, ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. ഇപ്പം ഫോൺ തന്നെ നമ്മൾ കുറേ നേരം സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അതുവഴി തന്നെ നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ബുക്ക് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബുക്ക് വായിക്കുക. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ChatGPT ഉണ്ടല്ലോ, അതിൽ പോയിട്ട് ലേൺ സംതിങ് ന്യൂ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ChatGPT തന്നെ പറഞ്ഞുതരും. അതും സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്യും കുറേ കാര്യങ്ങൾ. അപ്പം അതൊരു പോയിൻ്റാണ്. അത് എല്ലാവർക്കും പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണോ എന്നല്ല, എല്ലാവർക്കും ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി, അറിയില്ല. എനിക്കിഷ്ടമാണ്. ഞാനിപ്പോൾ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ആക്സസറീസ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സിലേക്കായി, അത് പിന്നെ റെസിൻ ആർട്ടിസ്റ്റ് എന്നതിലേക്കായി, അത് പിന്നെ എല്ലാം ചെയ്യും എന്തും ചെയ്യും എന്നുള്ള ഒരു ബിസിനസ് പേജായി മാറി. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം പുതിയതായി ചെയ്യണമെന്ന് നമ്മളുടെ ഉള്ളിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്കത് റിപ്പീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഒന്നിൽ തന്നെ നമ്മൾ സ്റ്റക്കായി കിടക്കില്ല. എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് ഡെയിലി നിങ്ങൾക്ക് ഒരു ചെറിയതെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം 4 ആൾ കൂടുന്നിടത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ അത് സഹായിക്കും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് സമയമില്ലാത്തതെന്നുള്ളത്. ഈ സമയമില്ലാത്തതെന്നുള്ളത് നമ്മൾ തന്നെ വരുത്തുന്നൊരു കാര്യം കൂടിയാണ്. അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് ഓരോ കാര്യത്തിനും ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടാണ്ട് സ്ക്രോൾ ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അതത്രയും നമുക്ക് തന്നെ ഒരു ഉപകാരമുള്ളൊരു കാര്യമല്ലേ. ഞാനിപ്പോൾ യൂട്യൂബിൽ ഏത് പുതിയ വീഡിയോ വന്നാലും ഞാൻ ഇരുന്ന് കാണുന്ന ഒരാളായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ചാനലും ഞാൻ കാണാറുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നവരാണ്. ഇപ്പം ഞാൻ ഒന്നും കാണാറില്ല. ഫസ്റ്റ് ഞാൻ കുറേ കാര്യങ്ങൾ എന്താ പറയുക, ആദ്യമൊക്കെ തോന്നി തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടിയാണ്. കാരണം നമ്മളെ കൊണ്ട് ആവില്ല. ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്കാവില്ല. പക്ഷേ മാറ്റണമെന്ന് എനിക്ക് തന്നെ ഒരു പ്രോമിസ് കൊടുത്തായിരുന്നു. 1 മാസത്തേക്കെങ്കിലും ഹാബിറ്റ് ഒന്ന് ചേഞ്ച് ആക്കണം.
അപ്പോൾ എനിക്കത് പാലിച്ചേ പറ്റുള്ളൂ. കാരണം വേറെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയില്ല, നമുക്ക് നമ്മളെ തന്നെ ബോധിപ്പിക്കാനൊരു വിഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആർക്ക് വേണ്ടിയിട്ട് ചെയ്യാം. അങ്ങനെ അതും കൂടെ ഞാൻ അച്ചീവ് ചെയ്തു കേട്ടോ. 21 ഡേയ്സ് ഞാൻ ചെയ്യണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോൾ എനിക്കത് ശീലമാണ്. ഞാനിപ്പോൾ വെറുതെ സ്ക്രോൾ ചെയ്യാറില്ല. സോ ഇതൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്. ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നതാണ്. എല്ലാവർക്കും ഗോൾസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്. അതൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും. നമ്മളപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഒന്നും ഓവർനൈറ്റ് സക്സസ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടില്ല. ഇപ്പം ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പോലും എനിക്ക് ഒരുപാട് ഗോൾസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം, ഒരു ബെറ്റർ വേർഷൻ നിങ്ങളിൽ ഉണ്ടാക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തന്നെ ഇറങ്ങുക. അതിന് ഒരു പെർഫെക്റ്റ് ടൈം നോക്കി നിങ്ങൾ നിൽക്കുകയോ ചെയ്യരുത്. പെർഫെക്റ്റ് ടൈമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയന് വേണ്ടി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യില്ല. ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആർക്കും അറിയില്ല, എൻ്റെ ഫാമിലിയിൽ ആർക്കും അറിയില്ല ഇങ്ങനൊരു ചാനലുണ്ട്. ഞാൻ പറയൂല, കാരണം അത് വേറൊന്നും കൊണ്ടല്ല, അവർ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും അതുകൊണ്ടൊന്നല്ല. ഇപ്പം നമ്മളെ വീഡിയോ അവരിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ട് ഇപ്പം നമ്മളോട് പറയാണ്, നീ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ലേ. നമ്മളെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ. സോ അതൊന്നും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരാം. ഓക്കെ, ബൈ.